നമസ്കാരം, ഞാൻ ഡോക്ടർ അനൂപ്, കേരള ഗവൺമെൻറ് ഹെൽത്ത് സർവീസിൽ ഓർത്തോപീഡിക് സർജനായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു സാധാരണമായ സാഹചര്യത്തെക്കുറിച്ചാണ്. സാധാരണമാണെങ്കിലും ഇത് വീട്ടിലുള്ളവരെ ഭയപ്പെടുത്തുകയും അതിശയിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോകാം. ഒരു കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വിവരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1-നും 6-നും വയസ്സിന് ഇടയിൽ പ്രായമുള്ള അല്ലെങ്കിൽ ഒരു കുട്ടി അല്ലെങ്കിൽ പല കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരു കുട്ടി അല്ലെങ്കിൽ ആ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി പെട്ടെന്ന് കരയുന്നു, കൈ തീരെ അനക്കാൻ കൂട്ടാക്കുന്നില്ല. അതുപോലെ മുതിർന്ന ആൾക്കാരാരെങ്കിലും ആ കുട്ടിയെ കയ്യിൽ തൂക്കിയെടുത്ത് ആട്ടിയൊക്കെ കളിപ്പിക്കുന്നു. എന്നിട്ട് താഴെ നിർത്തുമ്പോൾ കുട്ടി കരയുന്നു, കൈ തീരെ അനക്കാൻ കൂട്ടാക്കുന്നില്ല. ഇതാണ് സാധാരണ കിട്ടുന്ന വിവരണം. അപ്പോൾ വീട്ടിലുള്ളവരെന്താണ് ഭയപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് കയ്യിലെന്തോ പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട്, എല്ലെന്തോ പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. ഈ കൈമുട്ട് പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു സന്ധിയായിട്ട് കാണുമെങ്കിലും അല്ലെങ്കിൽ ഒരു ജോയിൻ്റ് ആണെങ്കിലും അതിനുള്ളിൽ 3 സന്ധികളുണ്ട്. അതായത് നമ്മുടെ കൈയുടെ താഴത്തെ ഭാഗത്ത് 2 എല്ലുകളുണ്ട്, റേഡിയസും അൾണയും. ഈ അൾണയും മേളിലെ ഭാഗത്ത് ഉള്ള ഹ്യൂമറസും തമ്മിലുള്ള ജോയിൻ്റ് അല്ലെ സന്ധിയാണ് അൾണോ ഹ്യൂമറൽ ജോയിൻ്റ്. അതുപോലെ റേഡിയസും ഈ മേളിലെ ഹ്യൂമറസിൻ്റെ ക്യാപിറ്റലും എന്ന ഭാഗവും തമ്മിൽ ഉള്ള സന്ധിയാണ് റേഡിയോ ക്യാപിറ്റുലാർ ജോയിൻ്റ്. പിന്നെ ഈ താഴത്തെ 2 എല്ലുകൾ തമ്മിൽ തന്നെ ഒരു ജോയിൻ്റ് ഉണ്ട്, അതാണ് റേഡിയോ അൾണാർ ജോയിൻ്റ്. നമ്മൾ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനും സഹായിക്കുന്ന സന്ധിയാണ് ഈ റേഡിയോ അൾണാർ ജോയിൻ്റ്. അപ്പം ഈ പ്രശ്നമുണ്ടാകുന്ന അവിടെയാണ്. സാധാരണ വീട്ടിലുള്ളവർ തെറ്റിദ്ധരിക്കുന്ന പോലെ കൈപ്പത്തിയിലോ തോളിലോ അല്ല, ഈ റേഡിയോ അൾണാർ ജോയിൻറ്റിലാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അവിടെ ഈ റേഡിയോ അൾണാർ ജോയിൻറ്റിൽ നിന്നും കുറച്ച് ഊരി താഴോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതിനെ പിടിച്ചു നിർത്തുന്ന, സാധാരണ ജോയിൻറ്റിൻ്റെ ഉള്ളിൽ പിടിച്ചു നിർത്തുന്ന ഒരു ലിഗമെൻ്റാണ് ആനുലാർ ലിഗമെൻ്റ് എന്ന് പറയുന്നത്. ഇതിൽ ചിലപ്പോൾ ചെറിയ കീറലുണ്ടാകാം, അല്ലെങ്കിൽ ഈ എല്ല് താഴോട്ട് വന്ന സ്ഥലത്തേക്ക് ഗ്യാപ്പിലേക്ക് ഈ ആനുലാർ ലിഗമെൻ്റ് കയറി തടസ്സമുണ്ടാകും. അപ്പോൾ ഈ റേഡിയസിന് തിരിച്ച് ജോയിൻറ്റിലേക്ക് വരാൻ തടസ്സമുണ്ടാകും. അപ്പോൾ ഇത് വേദന ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് കുട്ടി കൈ അനക്കാതെയും കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഇത് ചെറിയൊരു മാനുവർ ചെയ്ത് കഴിഞ്ഞാൽ ഈ റേഡിയസിനെ തിരിച്ച് ജോയിൻറ്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് വേറെ പ്ലാസ്റ്ററോ വേറെ അധികം മരുന്നുകളോ ഒന്നും വേണ്ടി വരുന്നില്ല. ജസ്റ്റ് വേദനയുടെ മരുന്ന് 2-3 ദിവസം കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിലെന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതായത് ഈ 1 വയസ്സിനും 6 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളെ കയ്യിൽ പിടിച്ച് വലിക്കാതിരിക്കുക. അതുപോലെ തന്നെ അവരെ കയ്യിൽ തൂക്കി എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ വീട്ടിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ കൊടുക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ, അതായത് മുതിർന്ന കുട്ടികളുണ്ടെങ്കിൽ, 5 വയസ്സിനൊക്കെ മേളിലുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരോടും ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ ചെറിയ കുട്ടിയെ കൈ പിടിച്ച് വരികരുത്, കയ്യിൽ പിടിച്ച് തൂക്കിയെടുക്കരുത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. താങ്ക് യു.